ചാനൽ. സോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓറിയോ കേക്കാണ്. സോ നമുക്ക് ഓറിയോ കേക്ക് ഉണ്ടാക്കാം. നല്ല ഈസിയാണ്. ഓറിയോ കേക്കും പിന്നെ കോൾഡ് കോഫിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമ്മൾ ആദ്യം ഓറിയോ കേക്ക് ഓറിയോ എടുത്തതിന് ശേഷം നല്ലോണമായിട്ട് ഒരു കപ്പേൻ്റെ എടുത്തിട്ട് നല്ലോണമായിട്ട് ഇങ്ങനെ സ്മാഷ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. സോ അതിന് ശേഷം നിങ്ങളിവിടെ പാൽ ആഡ് ചെയ്യാം. ഇച്ചിരി പാല് മതി. സോ അത്രയും പാല് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നല്ലോണമായിട്ട് നമുക്ക് അതിനൊന്ന് മിക്സ് ആക്കാം. അപ്പോൾ ഞാനിവിടെ പാലും ഇതും ഓറിയോ ആഡ് ചെയ്തിട്ട് നല്ലോണമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. വേണമെങ്കിൽ കുറച്ചും കൂടി ഓറിയോ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഞാനിവിടെ 4 ഓറിയാണ് എടുത്തത്. അപ്പോൾ കുറച്ച് ഓറിയോ ബാക്കി വെച്ചു. ബിക്കോസ് അതിന് വെച്ച് നമുക്കൊരു പണി ചെയ്യാണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ബാക്കി വന്ന ഓറിയോ നമ്മൾ കേക്കിൻ്റെ മേലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡെക്കറേറ്ററിനായിട്ടിട്ട് എടുത്ത് വെച്ചോട്ടാ. അതിന് ശേഷം നമ്മൾ ബേക്കിംഗ് സോഡ എടുക്കും. സോ ഗൈസ്, അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഇച്ചിരി ബേക്കിംഗ് സോഡ, ലൈക്ക് ഇച്ചിരി ബേക്കിംഗ് സോഡ, അത്രയ്ക്ക് ബേക്കിംഗ് സോഡ നല്ലതാണ്. അപ്പോൾ കുറച്ച് സ്പൂൺ എടുത്ത് നോക്കാം. ഇത്രയൊന്നും വേണ്ട, ഇച്ചിരി വേണ്ട. നമുക്കൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുന്നത്. അത്ര മതി. ബേക്കിംഗ് സോഡയൊക്കെ കുറച്ച് ആഡ് ചെയ്താൽ മതി കേട്ടോ. ഇത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്. ഞാൻ ഒരു അടിപൊളി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, ന്യൂട്ടെല്ല. നിങ്ങൾക്ക് അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, വേണമെങ്കിൽ ആഡ് ചെയ്യണ്ട. അപ്പം ഞാനിവിടെ ഒരു ഇച്ചിരി ഇത് ആഡ് ചെയ്യുന്നുണ്ട്, ന്യൂട്ടെല്ല. എനിക്ക് നല്ല ഇഷ്ടമാണ് ഇത് ഞാൻ മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പറയാം, അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഓക്കെ, എന്നിട്ട് നല്ലോണമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടണം. ഇതുപോലെയാണ് കിട്ടേണ്ടത് കേട്ടോ. സോ ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് മൈക്രോവേവ് ഉണ്ടെങ്കിൽ അതിനകത്ത് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് വെക്കാം, എയർ ഫ്രയറിൽ. അതും കുറച്ച് അതിനൊരു ടേസ്റ്റ്. അതിൻ്റെ കൂടെ വെച്ചു. അല്ല, ഇതില് പാല് കുറവായിരിക്കും. അപ്പോൾ ഗൈസ്, ഞാനിവിടെ അത് എയർ ഫ്രയറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് കോൾഡ് കോഫി ഉണ്ടാക്കാം. അപ്പോൾ എൻ്റെ സിസ്റ്ററായിട്ടാണ് എനിക്ക് കോൾഡ് കോഫി പഠിപ്പിച്ചെന്ന് ബാക്കിയാണ് ചെയ്തത്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്കൊരു കുപ്പി വേണം. അതിനകത്ത് നമ്മൾ കോഫി ഇടും, കോഫി പൗഡർ. നിങ്ങൾക്ക് എത്ര വേണോ അത്രയും കോഫി ഇടാം. കോഫി ഇടുമ്പോൾ സൂക്ഷിക്കണം, ബിക്കോസ് പോകാനുള്ള നല്ല അയ്യോ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല, അത് ഒപ്പം തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്കൊരു വഴിയുണ്ട്. ഒരു പ്ലേറ്റ് എടുക്കാം, എന്നിട്ട് ഇവിടെ അതിൻ്റെ മേലെ ഇത് ഉപയോഗിക്കാം. അത് നമ്മൾ കോഫി ഇടുമ്പോൾ മെൽറ്റാവും. അങ്ങനെയുണ്ട് ട്രിക്ക്. ശരി, ഇച്ചിരിയും കൂടി കോഫി ഞാനിവിടെ ഇടുന്നുണ്ട്. ഇവിടെയൊക്കെ ആവുന്നത് കുറച്ചല്ലേ അധികമായിട്ടുണ്ട്. ഞാനതൊന്ന് ക്ലീൻ ആക്കട്ടെ. അപ്പോൾ ഗൈസ്, ഏതായാലും ഇത്രയും കച്ചറായി. പിന്നെ നമുക്ക് ബാക്കി കഴിഞ്ഞിട്ട് മൊത്തം വൃത്തിയാക്കാം. അതിനുമുമ്പ് നമുക്കിവിടെ ഷുഗർ വേണം. ഗൈസ്, ഞാനിവിടെ 3 സ്പൂൺ ഓഫ് ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. അപ്പം കുറേ ഷുഗർ വേണ്ടി വരും, ബിക്കോസ് കോഫിയാണ്.
ഇത്രയെങ്കിലും പോവാതിരുന്നു. ഓക്കെ, അധികം പറ്റില്ല. ഒരു സ്പൂണും കൂടി ആഡ് ചെയ്യാം. കുഴപ്പമില്ലാതെ പോയിട്ടുണ്ട്. ഷുഗർ ഫിനിഷ്. എന്നിട്ട് ലാസ്റ്റ് ഇതൊക്കെ കഴിക്കും. ഇനി അടുത്ത് നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്യും കേട്ടോ. കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. ഈ വെള്ളം ആഡ് ചെയ്യാം. ഏത് വെള്ളമായാലും കുഴപ്പമില്ല, വെള്ളം മതി. അപ്പോൾ ആദ്യം ഞാൻ ഇച്ചിരി വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എടുക്കാം. അയ്യോ, കമ്മിങ് വരുന്നുണ്ട്. ഇത് വരാനായിട്ട് കുറച്ച് പാടെടുക്കും. അപ്പോൾ നമുക്കിത് കുലുക്കി റെഡിയാക്കാം. അതുവരേക്കും നമുക്ക് അപ്പോൾ ഗൈസ് ഇനി നമുക്കൊരു കപ്പെടുക്കാം. ഒരു കുറച്ച് ഇത് ഇടാം. ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ലൈക്ക് ഹോൾ പാൽ ഗൈസ്, ഹോൾ പാൽ. നിങ്ങളൊരു ഹോൾ പാൽ വേണം. അയ്യോ, കുറച്ച് പാൽ ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് ഫ്രഷ് ക്രീം ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൈസ് കുറച്ച് ഫ്രഷ് ക്രീം ആഡ് ചെയ്യാം. എനിക്കൊരു ഇതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഫ്രഷ് ക്രീം ആഡ് ചെയ്യുന്നത്. അതിൻ്റെ ശേഷം കുറച്ച് പാൽ അധികം ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കോഫി ഇവിടെ ഓൾമോസ്റ്റ് റെഡിയാണ്. നമ്മുടെ കോഫി ഇപ്പം ഇവിടെ കംപ്ലീറ്റ്ലി റെഡിയാണ്. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ഓറിയോ കേക്കാണ്, അതുകൂടിയാണ് ഫിനിഷ്. ഓക്കെ, അപ്പോൾ ഇനി ക്ലീനിങ് പരിപാടി ഉണ്ട്, അതുകൂടി ഉള്ളൂ. അതിന് ശേഷം നമ്മൾ റെഡിയാവും. പാത്രം കഴുകാണ്ട് പിന്നെ ക്ലീൻ ചെയ്യേണ്ട അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാം. നല്ലോണമായിട്ട് നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ക്ലീനാക്കാൻ നല്ലോണമായിട്ടുണ്ടാവും. ഞാൻ എപ്പം തന്നെ പറഞ്ഞ കാര്യമാണ്, നല്ലോണമായിട്ട് ക്ലീൻ ആക്കണം കേട്ടോ. ബിക്കോസ് നല്ല മെസ്സാവും. ബിക്കോസ് എന്താ, കോഫി പൗഡറാണ് ഗൈസ്. തിങ്ക് ട്വൈസ് ഗൈസ്, ഇറ്റ്സ് കോഫി പൗഡർ. കോഫി പൗഡറിൻ്റെ ബലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ കോഫി പൗഡർ അത് ഹാർഡായിരിക്കും ചെയ്യാനായിട്ട്. അപ്പം ഇനി നമുക്കിതാ കുറച്ച് ഡിഷസ് കഴിക്കാനുണ്ട് കേട്ടോ. ഇതും മൊത്തം നമുക്ക് കഴിക്കണം. ഒക്കെ പിന്നെ കഴിഞ്ഞു. അപ്പം ഞാൻ എക്സാമ്പിൾ ഞാൻ എങ്ങനെ കഴുകാമെന്ന് കാണിച്ചു തരാം. അത് നമുക്കൊന്ന് വെള്ളമൊക്കെ ആയിട്ട് ഒന്ന് തുടയ്ക്കും. സോ അതിൻ്റെ ഇവിടെ ഒരു സ്ക്രബ്ബർ എടുത്തതിന് ശേഷം നല്ലോണമായിട്ട് തിളക്കുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് ഇത് വാഷ് ചെയ്യാം കേട്ടോ.
പക്ഷേ നല്ല ഫാസ്റ്റായിട്ട് തന്നെ ഡിഷസൊക്കെ കഴിക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നോക്കാം കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. ഇതാണ് ഇപ്പം അതിൻ്റെ അവസ്ഥ. ഗൈസ് നമുക്കൊരു പോക്ക് ഡോട്ട് നോക്കി നോക്കാം. അയ്യോ ആയിട്ടില്ല ഗൈസ്, കുറച്ചും കൂടി ടൈം എടുക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷെ കുറച്ചും കൂടി ടൈം എടുക്കും. അപ്പോൾ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യാം നമുക്ക്. അതിൻ്റെ ശേഷം നമുക്ക് എടുക്കാം. അപ്പോൾ ഇതാവാൻ നല്ല സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ കിട്ടിയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഗൈസ് അതുവരെ കുറച്ച് പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പം കുറേ ഉണ്ട് പഠിക്കാനായിട്ട്. അപ്പം ഞാൻ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ജെൻഡർ, റിലീജിയൻ ആൻഡ് കാസ്റ്റ്. അപ്പം ഇതൊന്ന് പഠിക്കണം. അപ്പം ഇത് പഠിച്ചതിന് ശേഷം എനിക്ക് സോഷ്യൽ ആൻഡ് റിലീജിയൻ ഡൈവേഴ്സിറ്റി ഇന്ത്യ അത്ര പഠിച്ചാൽ മതി. അപ്പം റെഡി ആയിട്ടുണ്ട്. സൗണ്ട് ആയിട്ടല്ലോ, അത്ര പഠിച്ചാൽ മതി. അപ്പം ഞാൻ ഇപ്പോൾ ഹാഫ് കംപ്ലീറ്റ് ആക്കി. ഞാൻ ഹാഫ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. കുറച്ച് നമുക്ക് മൊത്തം കൊണ്ടിട്ട്. അപ്പം ഇപ്പം നമുക്ക് നമ്മൾ കേക്കിലോട്ട് പോയി നോക്കാം. ഗൈസ് ഈ കേക്കിൻ്റെ അവസ്ഥ ഇപ്പം ഇതാണ്. യെസ് ഗൈസ്, പക്ഷെ നല്ലോണമായിട്ട് അങ്ങോട്ട് റെഡി ഒന്നും ആയിട്ടില്ല. ബട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമുക്ക് ഇതെടുക്കാം. പേഴ്സണൽ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. സേഫ്റ്റി ഫസ്റ്റ്. ഇതാണ് നമ്മൾ കോൾഡ് കോഫി, ഇതാണ് നമ്മളെ കേക്ക്, ഓറിയോ കേക്ക്. അപ്പോൾ നമുക്ക് ഈ ഓറിയോ കേക്കിന് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് ചോറ്, അപ്പം അതിൻ്റെ പകരം കുറച്ച് ഇത് കഴുകണ്ട, പക്ഷെ വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ടോപ്പിൽ ഇത് കഴുകി വയ്ക്കാം. സാറ് ബെല്ലടിച്ചു വീഡിയോ എടുക്കാം. ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി പോയി തിന്നിട്ടെ. അതായിരിക്കും ബൈ.